അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വെൽക്കം ടു എജു തൻസീൽ തിയോളജിക്കൽ സ്കൂളിംഗ്. എജു തൻസീൽ സംഘടിപ്പിക്കുന്ന എഹ്സാൻ ഗ്രാൻഡ് ക്വിസ് സീസൺ 2ലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ കരയിലൂടെ കപ്പലോടിക്കുക എന്ന് കേട്ടിട്ടുണ്ടോ? അതെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കരയിലൂടെ കപ്പലോടിച്ച ഒരു വ്യക്തിയുടെ കഥയാണ്. ദ ഗ്രാൻഡ് ഈഗിൾ ഈസ് ഡെഡ് എന്ന് ചരിത്രകാരന്മാർ അദ്ദേഹത്തിൻ്റെ മരണദിവസത്തെക്കുറിച്ച് സൂചിപ്പിച്ച വ്യക്തി. തൻ്റെ 19-ാം വയസ്സിൽ രാജാവാവുകയും 21-ാം വയസ്സിൽ വലിയ കീഴടക്കലുകൾ നടത്തിയ ഒരു വ്യക്തി. അതെ, മുഹമ്മദ് രണ്ടാമൻ, ഒട്ടോമൻ ഭരണകൂടത്തിലെ മുഹമ്മദ് അൽ ഫാത്തിഹ് എന്നറിയപ്പെടുന്ന വ്യക്തി. അദ്ദേഹത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. ദ കങ്കറർ മുഹമ്മദ് അൽ ഫാത്തിഹ്. കടലിലൂടെ കിരീടം വെച്ച് യുദ്ധം ചെയ്യുന്ന ഒരു നേതാവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഒരിക്കൽ കോൺസ്റ്റാന്റിനോപ്പിൾ ഇസ്ലാമിൻ്റെ കീഴിൽ വരുമെന്നും അത് കീഴടക്കപ്പെടുമെന്നും അത് കീഴടക്കപ്പെടുന്ന നേതാവ് ഉന്നതനായിരിക്കുമെന്നും ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന പ്രജകൾ, അണികൾ ഉന്നതരായിരിക്കുമെന്നും അവർക്ക് എല്ലാം പൊറുക്കപ്പെടുമെന്നും നബി തങ്ങൾ പറയുകയുണ്ടായി. നബി തങ്ങളുടെ ഈ ഒരു വാക്ക് മാനിച്ചുകൊണ്ട് ആ ഉന്നതനായ നേതാവ് താനാകണമെന്ന് വിചാരിച്ച് പലരും കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിരുന്നു. പ്രധാന ഖലീഫമാരായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെയും ഭരണകാലത്ത് ഇതിനു വേണ്ടിയുള്ള ഇറങ്ങിപ്പുറപ്പെടുകൾ ധാരാളമായിരുന്നു. യസീദ് ബിൻ മുആവിയ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിലും ഒരു വലിയ സൈന്യം പുറപ്പെട്ടിരുന്നു. എത്രത്തോളം എന്ന് വെച്ചാൽ അതിൽ സ്വഹാബി വര്യനായിരുന്ന അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹു തൻ്റെ 80-ാം വയസ്സിൽ അതിൻ്റെ നബി തങ്ങൾ പറഞ്ഞ ആ അണികളിൽ ഒരാളാവാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് പുറപ്പെടുകയും തൻ്റെ 80-ാം വയസ്സിൽ തുർക്കിയിൽ വെച്ച് മരണപ്പെടുകയും അവിടെ കബറടക്കുകയും ചെയ്യപ്പെട്ടിരുന്നു. എന്തായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിന് ഇത്രയും വലിയ ഒരു പ്രത്യേകത? ഇഫ് ദ എർത്ത് വേർ എ സിംഗിൾ സ്റ്റേറ്റ്, ദ ഇസ്താംബുൾ വുഡ് ബി ഇറ്റ്സ് ക്യാപിറ്റൽ. ലോകം മുഴുവൻ ഒരു രാജ്യമായിരുന്നുവെങ്കിൽ അതിൻ്റെ തലസ്ഥാന നഗരം അത് ഇസ്താംബുൾ ആകുമായിരുന്നു എന്ന് നെപ്പോളിയൻ ഒരിക്കൽ പറയുകയുണ്ടായി. അത്രയും പ്രാധാന്യമർഹിക്കുന്ന ഒരു പട്ടണമാണ് കോൺസ്റ്റാന്റിനോപ്പിൾ. ബൈസന്റൈൻ ഭരണകാലത്ത് കോൺസ്റ്റന്റൈൻ ഒന്നാമൻ തൻ്റെ രാജഭരണത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റിയായി, തലസ്ഥാന നഗരമായി ഒരു പ്രദേശം കണ്ടെത്തുകയും അവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഭരണപ്രദേശമായ ഒരു ക്യാപിറ്റൽ സിറ്റിയായി, തലസ്ഥാനമായി പണിതുയർത്തുകയായിരുന്നു. യൂറോപ്പിൻ്റെയും ഏഷ്യയുടെയും ഇടയിലാണ് ഈ കോൺസ്റ്റാന്റിനോപ്പിൾ എന്ന ഈ പ്രദേശം സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇന്നത്തെ തുർക്കിയിൽ ഇസ്താംബുൾ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നദികൾക്കിടയിലാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. തൻ്റെ ഭരണപ്രദേശത്തിൻ്റെ ഒരു ക്യാപിറ്റൽ സിറ്റി എന്നതിന് പുറമെ കച്ചവട ആവശ്യങ്ങൾക്കും മറ്റു ഭരണ നേട്ടങ്ങൾക്കും വേണ്ടിയായിരുന്നു അദ്ദേഹം അങ്ങനെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തത്. വർഷം 324 അദ്ദേഹം പണി തുടങ്ങുകയും 6 വർഷം കൊണ്ട് അത് തൻ്റെ ഒരു തലസ്ഥാന നഗരമായി ഇനാഗുറേഷൻ ചെയ്യുകയും ചെയ്തു. 40 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഇനാഗുറേഷൻ പരിപാടിയായിരുന്നു. കോൺസ്റ്റന്റ് ഒന്നാമൻ അത് നടപ്പിലാക്കി. അതെ, ചൈനയുടെ സിൽക്കും ഇന്ത്യയുടെ സ്പൈസസും ആഫ്രിക്കയുടെ ഗോൾഡും അടങ്ങിയ എല്ലാവിധ ചരക്കുകളും കിട്ടിയിരുന്ന ഒരു സ്ഥലമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ. ഒരു പ്രധാന കച്ചവട കേന്ദ്രമായിരുന്നു. എല്ലാവരും കണ്ണുവെച്ചിരുന്ന ഒരു പ്രധാന നഗരം. എന്നാൽ അതൊരിക്കലും അത് കീഴടക്കാൻ കഴിഞ്ഞിരുന്നില്ല. 1000 വർഷത്തോളം അത് അവരുടെ ഒരു തലസ്ഥാന നഗരമായി, പ്രധാന പട്ടണമായി അവർ കൊണ്ടു നടക്കുകയുണ്ടായി. ബൾഗേറിയൻസ്, റഷ്യൻസ്, പേർഷ്യൻസ്, അറബികൾ ഒരുപാട് പേർ അതിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും ആരെക്കൊണ്ടും അത് കീഴ്പ്പെടുത്താൻ സാധിക്കുകയുണ്ടായില്ല. കോൺസ്റ്റാന്റിനോപ്പിൾ സ്ഥിതി ചെയ്യുന്ന ആ പ്രദേശത്തിൻ്റെ ഭാഗവും കടൽ പ്രദേശമായിരുന്നു. അതുകൊണ്ട് തന്നെ കടൽ പ്രദേശത്തിലൂടെ അങ്ങോട്ട് എത്തിച്ചേരുവാൻ എന്നുള്ള മാർഗം അവർ തടഞ്ഞത് വലിയ വലിയ ചങ്ങലകൾ ഇട്ടിട്ടായിരുന്നു. കനമേറിയ ചങ്ങലകൾ കാരണത്താൽ കപ്പലുകൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി കരമാർഗത്തിലൂടെ നോക്കുമ്പോൾ 8 മീറ്ററോളം ഉയർച്ചയുള്ള വലിയ വലിയ കല്ലുകൾ കൊണ്ട് പണിത മതിലുകളായിരുന്നു അതിൻ്റെ പുറം ഭാഗത്തുണ്ടായിരുന്നത്. ഉൾഭാഗത്ത് 12 മീറ്ററോളം
ഹൈറ്റുള്ള മതിലുകളും. 96 വാച്ച് ടവറുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഉള്ളിൽ. 12 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നും ഒരാൾ ആക്രമിക്കാൻ വരുന്നുവെങ്കിൽ അത് നിരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു വാച്ച് ടവറുകൾ ഉണ്ടായിരുന്നത്. ഇത്രയും മനോഹരമായി നിർമ്മിച്ച ഈ കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക്, ഈ ഒരു പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് ഒരാൾക്ക് ആക്രമിക്കാൻ കയറുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമായിരുന്നു. അതിനാൽ തന്നെ നിരവധി തവണ ഇതിലേക്കുള്ള അക്രമങ്ങൾ അവർ ചെറുത്തു നിൽക്കുകയും പിടികൊടുക്കാതെ, അത് മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കാതെ നിൽക്കുകയും ചെയ്തു. ഇനി നമുക്ക് അത് കീഴടക്കിയ ദ കങ്കറർ ഫാത്തിഹ് മുഹമ്മദ് രണ്ടാമൻ, മുഹമ്മദ് അൽ ഫാത്തിഹിനെ കുറിച്ച് പറയാം. ഒട്ടോമൻ രാജാവായ മുറാദ് രണ്ടാമൻ്റെയും ഹുമാ ഹാത്തൂൻ്റെയും മകനായിട്ട് 1432 മാർച്ച് 30 മുഹമ്മദ് രണ്ടാമൻ ലോകത്തേക്ക് ജനിച്ചു വീഴുന്നത്. തൻ്റെ ചെറുപ്പകാലത്ത് വികൃതിയും കളിതമാശയുമായി നടന്നിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി വിദേശത്തു നിന്ന് അധ്യാപകരെ അദ്ദേഹത്തിൻ്റെ ഉപ്പ മുറാദ് രണ്ടാമൻ കൊണ്ടുവന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന അധ്യാപകനായിരുന്നു മുഹമ്മദ് ഖുറാനി. തൻ്റെ മകൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കിയ പിതാവ് വന്ന അധ്യാപകന്റെ കയ്യിൽ വടി കൊടുത്തിട്ട്, മകനെ നിങ്ങൾ അടിച്ചിട്ടാണെങ്കിലും ശരിയായ രീതിയിൽ പഠിപ്പിക്കണമെന്ന് ഓർഡർ കൊടുക്കുകയായിരുന്നു. തൻ്റെ 8ാം വയസ്സിൽ ഖുർആൻ മനഃപ്പാഠമാക്കിയ അദ്ദേഹം 6 ഭാഷകളിൽ പ്രാവീണ്യം ഉള്ള ഒരു മഹാപണ്ഡിതനായി മാറി. ഭൗതിക ഭാഷാ പഠനങ്ങളിൽ ജിയോഗ്രഫിയെക്കുറിച്ചും മാത്തമാറ്റിക്സിനെ കുറിച്ചും ലാംഗ്വേജ് പരമായിട്ടുള്ള എല്ലാവിധ വിദ്യാഭ്യാസങ്ങളും അദ്ദേഹം നേടിയെടുത്തു. മുറാദ് രണ്ടാമൻ തൻ്റെ മകൻ മുഹമ്മദിനെ 14ാം വയസ്സിൽ ഭരണമേൽപ്പിച്ചു. അദ്ദേഹം അതിൽ നിന്നെല്ലാം മാറി നിന്നു. ചെറുപ്രായക്കാരനായ മുഹമ്മദ് രണ്ടാമൻ്റെ ഭരണപ്രദേശം കൊതിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങളിൽ നിന്നെല്ലാം ആളുകൾ അക്രമാസക്തരായി വരാൻ തുടങ്ങി. ഇത് മനസ്സിലാക്കിയ അദ്ദേഹം എന്ത് ചെയ്യണമെന്നറിയാതെ തൻ്റെ പിതാവിനോട് ഇത്തരത്തിൽ പറഞ്ഞു: നിങ്ങൾ രാജാവാണെങ്കിൽ സൈന്യത്തെ നിങ്ങൾ നിയന്ത്രിക്കുക, അതല്ല ഞാനാണ് രാജാവെങ്കിൽ രാജാവിൻ്റെ ഓർഡർ പ്രകാരം നിങ്ങൾ രാജ്യത്തെ നിയന്ത്രിക്കുക. തൻ്റെ മകൻ്റെ ഓർഡർ കേട്ടുകൊണ്ട് പിതാവ് മുറാദ് രണ്ടാമൻ വീണ്ടും അദ്ദേഹം ഭരണത്തിലേക്ക് വന്നു. പിന്നീട് അങ്ങോട്ട് മുഹമ്മദ് രണ്ടാമൻ തൻ്റെ പഠനത്തിൻ്റെയും വായനയുടെയും ആഴങ്ങളിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹം ഒരു യഥാർത്ഥ നേതാവാനുള്ള ഒരുക്കത്തിലായിരുന്നു. 1451 പിതാവിൻ്റെ മരണത്തോടുകൂടി 19ാം വയസ്സിൽ രാജാവ് സ്വന്തം നാടിൻ്റെ രാജാവായിക്കൊണ്ട് മുഹമ്മദ് രണ്ടാമൻ അദ്ദേഹം കടന്നു വരികയായിരുന്നു. 19കാരനായ മുഹമ്മദ് രണ്ടാമന് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കുക എന്നുള്ള ഒരു പ്രധാന ലക്ഷ്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുവേണ്ട ഒരുക്കങ്ങളായിരുന്നു പിന്നീട് അങ്ങോട്ട്. 2 വർഷം കൊണ്ട് അദ്ദേഹം അതിനുവേണ്ട എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. അയൽ രാജ്യങ്ങളുമായിട്ട് അദ്ദേഹം സന്ധിയിൽ ഏർപ്പെടുകയും ഇതിനുവേണ്ടി കോട്ടകൾ നിർമ്മിക്കുകയും യുദ്ധത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടത്തുകയായിരുന്നു. രാപ്പകലില്ലാതെ അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്തു. നിലവിൽ കോൺസ്റ്റന്റൈൻ 11ാമനായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ അധിപൻ. 400ഓളം വരുന്ന കപ്പലുമായി അദ്ദേഹം 1453 യാത്ര തിരിച്ചു. യുദ്ധത്തിനായിരുന്നു യാത്ര പോയത്. 3 രൂപത്തിൽ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിനെ എതിരിടാൻ നോക്കി. ആദ്യഘട്ടം അത് കടൽ മാർഗത്തിലൂടെയായിരുന്നു. കടൽ മാർഗത്തിലൂടെയുള്ള യുദ്ധം നടക്കില്ല എന്ന് മനസ്സിലാക്കിയ ചങ്ങലകൾ കണ്ട് പിന്മാറിയ അദ്ദേഹം പിന്നീട് കരയിലൂടെ യുദ്ധം തുടങ്ങി. തൻ്റെ സൈന്യവുമായി കരയിലൂടെ പോയ അദ്ദേഹത്തിന് വളരെ വലിയ ആഘാതങ്ങൾ ഏൽക്കേണ്ടി വന്നു. തിളച്ച എണ്ണകൾ കൊണ്ടും അമ്പെയ്ത്തുകൊണ്ടും കോട്ടകൾക്കുള്ളിൽ നിന്ന് അവർ അമ്പെയ്തുകൊണ്ടും മുഹമ്മദ് രണ്ടാമൻ്റെ സൈന്യത്തെ പിടിച്ചു നിർത്തി. ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ച അദ്ദേഹം മറ്റൊരു വഴി നോക്കുകയായിരുന്നു. അതെ, അദ്ദേഹം തുരങ്കം രൂപത്തിൽ അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ വേണ്ടി ശ്രമിച്ചു. തുരങ്കത്തിലൂടെയുള്ള ടണൽ നിർമ്മാണം അവർ തിരിച്ചറിയുകയും അവിടെയുണ്ടായിരുന്ന എല്ലാ ജോലിക്കാരെയും ഒന്നടങ്കം അവർ നശിപ്പിക്കുകയും ചെയ്തു. വലിയ ആഘാതമേറ്റ മുഹമ്മദ് രണ്ടാമനോട് പലരും ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറാൻ വേണ്ടി കൽപ്പിച്ചു. അദ്ദേഹം തൻ്റെ മറ്റൊരു പ്രധാന അധ്യാപകനായിരുന്ന ആക്ക ഷംസുദ്ദീനെ പോയി കാണുകയാണ്. ആക്ക ഷംസുദ്ദീൻ അദ്ദേഹത്തോട് തൻ്റെ ചെറുപ്പം മുതലേ പറയുന്ന ഒരു വാക്കായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ ഒരു കൽപ്പന, ഈ ഒരു ഉന്നതനായ നേതാവിനെ കുറിച്ച്, അത് നീയാണെന്നും നിന്നെക്കൊണ്ട് കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കാൻ കഴിയുമെന്നുമായിരുന്നു ആക്ക ഷംസുദ്ദീൻ അദ്ദേഹത്തോട് പറഞ്ഞത്. തനിക്ക് സപ്പോർട്ട് ചെയ്യുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത ആക്ക ഷംസുദ്ദീൻ്റെ വാക്കുകൾ സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇനി മറ്റൊരു നീക്കം നടത്തുകയാണ്.
അതെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കരയിലൂടെ കപ്പലോടിച്ച വ്യക്തി. അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രൂപത്തിലായിരുന്നു മുഹമ്മദ് രണ്ടാമന്റെ നീക്കം. കടലിലൂടെ വരികയും കരയിലൂടെ അവർ കപ്പൽ ഓടിക്കുകയും ചെയ്യുകയായിരുന്നു. 6 കിലോമീറ്ററോളം കരയിൽ പലക വിരിക്കുകയും ആ പലകക്ക് മുകളിലൂടെ ഗ്രീസും എണ്ണയും ഒഴിച്ച് അതിലൂടെ കപ്പലുകൾ കടത്തുകയായിരുന്നു. ഒറ്റ രാത്രി കൊണ്ട് 70ഓളം കപ്പലുകൾ അവരുടെ സമുദ്രത്തിലേക്ക് എത്തി. പ്രഭാതത്തിൽ അവർ കാണുന്നത് 70ഓളം കപ്പലുകൾ തങ്ങളുടെ സമുദ്രത്തിൽ നിൽക്കുന്നു. തോൽവി സമ്മതിച്ചു എന്നോണം അവരെല്ലാം മുട്ടുകുത്തി. അവിടുന്ന് അങ്ങോട്ട് പിന്നീട് മുഹമ്മദ് അൽ ഫാത്തിഹിന്റെ കീഴിലായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത്. ആഗാ സോഫിയ എന്ന മസ്ജിദിൽ അദ്ദേഹം പോവുകയും സുജൂദിൽ വീഴുകയും പടച്ചറബിനോട് അവിടുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇറാനും ഇസ്രായേലും അമേരിക്കയും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ കുട്ടികൾക്കും ഹോസ്പിറ്റലുകൾക്കും വിദ്യാലയങ്ങൾക്കും ഒരു കരുണയും കാണിക്കാതെ കുട്ടികളെ കൊന്നൊടുക്കുന്ന അക്രമികളോട് നമുക്ക് ഇവരുടെ യുദ്ധങ്ങൾ ചരിത്ര പഠനമാണ്. മുഹമ്മദ് രണ്ടാമൻ തൻ്റെ സൈന്യത്തോടെന്ന് കൽപ്പിച്ചത് നിങ്ങൾ കുട്ടികളെ ആക്രമിക്കരുത്, സ്ത്രീകളെ ആക്രമിക്കരുത് എന്നായിരുന്നു. അതോടൊപ്പം മറ്റു മതസ്ഥരുടെ ആരാധനാലയങ്ങൾ കേടുപാടുകൾ സംഭവിക്കരുത് എന്നും അവകൾ പൊളിക്കരുത് എന്നും മുഹമ്മദ് അൽ ഫാത്തിഹ് അവരോട് സൂചിപ്പിച്ചിരുന്നു. ദ കങ്കറർ എന്നറിയപ്പെടാൻ ഇതിലുപരി അദ്ദേഹത്തിന് മറ്റെന്ത് വേണം? ഇതുവരെ ആരും കീഴടക്കാൻ സാധിക്കാത്ത കോൺസ്റ്റാന്റിനോപ്പിൾ അതെ ഇസ്ലാമിൻ്റെ കീഴിൽ 1453 മെയ് 29 ഈ അവസാന നീക്കം നടന്നത്. അവിടുന്ന് അങ്ങോട്ട് കോൺസ്റ്റാന്റിനോപ്പിൾ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയരുകയായിരുന്നു. എഡ്യൂക്കേഷൻ ഇന്നോവേഷൻസ് ഒരുപാട് അദ്ദേഹം കൊണ്ടുവന്നു. സ്കൂളുകളായിട്ടും കോളേജുകളായിട്ടും പഠന കലാലയങ്ങൾ അദ്ദേഹം ഒരുപാട് കൊണ്ടുവന്നു. ഹോസ്പിറ്റലുകൾ, മറ്റു ഡെവലപ്മെന്റ്, നാടിനാവശ്യമായ പലതും അദ്ദേഹം നിർമ്മിച്ചു നൽകി. ചെറിയ കാലങ്ങൾ കൊണ്ട് ചുരുങ്ങിയ കാലയളവിൽ ഒരുപാട് കീഴടക്കലുകൾ നടത്തിയ ഒരു വ്യക്തിയായിരുന്നു മുഹമ്മദ് അൽ ഫാത്തിഹ്, മുഹമ്മദ് രണ്ടാമൻ ദ കങ്കറർ. ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.